ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പ്രവാസി ലോകം ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ കാണണം. കേരളയിൽ കൂടി കേരളത്തിലെ ട്രാക്കിലൂടെ ഓടിച്ചിട്ടേ ഇടത് സർക്കാർ കേരളത്തിൽ സെക്രട്ടേറിയറ്റ് വിട്ടിറങ്ങുമോ എന്ന കടുത്ത വാശിയിലാണ്. അത് സ്റ്റാൻഡേർഡ് ഗേജ് വേണോ ബ്രോഡ് ഗേജ് വേണോ എന്നൊക്കെ കേന്ദ്രം തീരുമാനിക്കണം. പ്രതിപക്ഷം ശക്തമായി മുമ്പ് കേരളത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. കേരളത്തിന് വേണ്ടി സർവേ നടത്തി സ്ഥാപിച്ച കുറ്റികൾ വരെ പിഴുത് വാഴ നട്ടവരാണ് ഈ പ്രതിപക്ഷം. അതിനിടയിൽ BJPക്കാർ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പദ്ധതിക്കുള്ള അനുമതി തടഞ്ഞു വെച്ചുവെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം ആലുവയിലും എറണാകുളത്തുമൊക്കെ നട്ട ആ വാഴകൾ കുലച്ചപ്പോഴേക്കും കേരളയിൽ പ്രതീക്ഷകളും ഇല്ലാതായി. എങ്കിലും പിണറായി സർക്കാർ പ്രതീക്ഷ കൈവിട്ടില്ല. കേരളത്തിന്റെ ഓഫീസൊന്നും പൂട്ടിയതുമില്ല. വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ ഓടിത്തുടങ്ങിയപ്പോൾ സർക്കാരിന് ജനത്തിന് മുന്നിൽ പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യവും വന്നില്ല. രാവിലെ തിരിച്ച് ഉച്ചയോടെ തലസ്ഥാനത്തേക്ക് എത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ വേഗതയുടെ ജനത്തിന് ബോധ്യമാകുന്ന ഉദാഹരണങ്ങളായി മാറി. അപ്പോൾ സിൽവർ ലൈൻ വന്നാൽ ഇതിനേക്കാൾ വേഗതയിൽ ട്രെയിനുകൾ ഓടിയെത്തുമെന്ന് ജനത്തിന് മനസ്സിലായതോടെ സർക്കാരിന്റെ കേരള പ്രതീക്ഷകളും സജീവമായി. ഒടുവിലിതാ സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രാഥമിക ചർച്ച പൂർത്തിയായിരിക്കുന്നു. കേരളയിൽ MD അജിത് കുമാർ പറയുന്നത് ഫലം പോസിറ്റീവാണെന്നാണ്. റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയയുമായിട്ടാണ് പ്രാഥമിക ചർച്ചകൾ നടത്തിയത്. 45 മിനിറ്റാണ് ഇരുവരും തമ്മിൽ ചർച്ച നീണ്ടത്. ഇപ്പോൾ നടന്നത് പ്രാഥമിക ചർച്ചയായിരുന്ന അജിത് കുമാർ പ്രതികരിക്കുന്നു. ഇതോടെ സിൽവർ ലൈൻ പദ്ധതിയിൽ കൂടുതൽ ചർച്ചകൾ ഇനി ഇങ്ങോട്ട് ഉണ്ടാകുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. റെയിൽവേ മുന്നോട്ട് വച്ചിരിക്കുന്ന DPRയുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്ക് കേരളയിൽ തയ്യാറാകുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ് ഗേജ് പാത വേണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉൾക്കൊണ്ട് തന്നെ DPRൽ മാറ്റം വരുത്തിയേക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ ട്രെയിനുകൾ മാത്രം ഓടുന്ന പാതയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തത്. എന്നാൽ മറ്റ് വേഗമേറിയ ട്രെയിനുകളും ചരക്ക് ഗതാഗതവും സാധ്യമാക്കുന്ന ലൈൻ തന്നെ വേണമെന്നാണ് ചർച്ചയിൽ റെയിൽവേയുടെ നിർദ്ദേശം. അപ്പോൾ പദ്ധതി അടങ്കൽ തുക വർദ്ധിക്കും, കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. പ്രതിപക്ഷത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയും വരും. DPR കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിക്കുന്നതിനേക്കാൾ ടാസ്ക് അതാണ്. എങ്കിലും കേരളം പ്രതീക്ഷയിലാണ്. സിൽവർ ലൈൻ DPR പ്രകാരം നിലവിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. എന്നാൽ DPRൽ മാറ്റം വരുത്തി ബ്രോഡ് ഗേജ് ആക്കണമെന്നാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ ആവശ്യം. അത് സംസ്ഥാനം അംഗീകരിക്കുകയാണെങ്കിൽ കേന്ദ്രവും സമ്മതം മൂളും. പക്ഷേ കേന്ദ്രവുമായുള്ള പണമിടപാടിലാണ് കാര്യമിരിക്കുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിഴിഞ്ഞത്ത് പലിശരഹിത ഗ്രാൻഡായി തുക അനുവദിച്ചിട്ട് ഇപ്പോൾ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്രം പറഞ്ഞതുപോലെ സിൽവർ ലൈനിലും പണം വാങ്ങി ഇത് സംഭവിക്കാതിരിക്കാൻ തികച്ചും ജാഗരൂകരാണ് കേരള സർക്കാർ.